ഇപ്പൊ ഒരു മൊയ്ലിയാര് മിഞ്ഞാന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ പൊതു സീറ്റിലെങ്കിലും എന്താക്കണോ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ മത്സരിപ്പിക്കുന്നതൊന്നും ഒഴിവാക്കണോ. അയാൾ പറഞ്ഞതിൻ്റെ ആത്മാർത്ഥത ഒന്നും ഇപ്പം നമുക്കറിയില്ല. പക്ഷെ അത് പറഞ്ഞത് വലിയൊരു തെറ്റായിട്ടാണ് സമൂഹം ഇന്ന് ചിത്രീകരിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് റിസർവ് ചെയ്ത സീറ്റിൽ പിന്നെ ആണുങ്ങൾക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല. റിസർവ് ചെയ്യപ്പെടാത്ത സീറ്റിൽ എങ്കിലും നമുക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാരെങ്കിലും കുറച്ച് ആൾക്കാർ പറയണമല്ലോ. അനുസരിക്കുമോ അനുസരിക്കില്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീന് നമ്മൾ ഓരോ കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സ്ത്രീകളെ ഇസ്ലാം ഒരിക്കലും മോശമാക്കിയതല്ല. സ്ത്രീകളെ ബഹുമാനിച്ചിട്ടാണ് പെണ്ണുങ്ങളോട് എന്ത് പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾക്ക് അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ പെണ്ണുങ്ങളെ പുറത്തിറങ്ങേണ്ടതുള്ളൂ. ചികിത്സക്ക് വേണ്ടി നിങ്ങൾക്ക് പുറത്തു പോകാം, അതിനും ഒരുപാട് ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. ഫർളായ ഹജ്ജിന് വേണ്ടി നിങ്ങൾക്ക് പുറത്തു പോകാം, അവിടെയും സുന്നത്തായ ഹജ്ജാണെങ്കിലും സുന്നത്തായ ഉംറയാണെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാതെ മെഹറമില്ലാതെ പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഖാദിയുടെ അടുക്കൽ നിങ്ങളുടെ പരാതി പറയാൻ വേണ്ടി നിങ്ങൾക്ക് പോകാം. ഇങ്ങനെയുള്ള അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ ഒരു സ്ത്രീ പുറത്തിറങ്ങുന്നത് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പെണ്ണുങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും വലിയ ബഹുമാനം എന്താണ്? അവർക്ക് അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു സംവിധാനം ഒരുക്കി കൊടുത്തു. ആണുങ്ങളോട് പറഞ്ഞു, ആണുങ്ങളെ, നിന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അവള് ജോലി ചെയ്ത് നിന്നെ പോറ്റലല്ല, നീ ജോലി ചെയ്ത് ഭാര്യയെയും മക്കളെയും പോറ്റേണ്ട ആളാണ്. എത്ര വലിയ സൗകര്യമാണ് ഇസ്ലാം പെണ്ണുങ്ങൾക്ക് നൽകിയത്. ഇത് ബഹുമാനമാണ്, ആദരവാണ്. ഒരു സ്ത്രീയുടെ വസ്ത്രവും ചികിത്സയും ഭക്ഷണവും എല്ലാം പുരുഷൻ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തത് സ്ത്രീ സമൂഹത്തിനുള്ള ബഹുമാനമാണ്, ആദരവാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് വെളിച്ചം കാണാൻ പാടില്ല, പുറത്തു പോവാൻ പാടില്ല എന്നല്ല. ആവശ്യമാകുമ്പോൾ പോകാം, അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പം അങ്ങനെയാണ്. ഇന്നിപ്പോ സുബ്ഹാനല്ലാഹ് എല്ലാ രാഷ്ട്രീയക്കാരും, ഞാനിങ്ങനെ കണ്ടിട്ട് മിനിയാന്ന് ഞെട്ടിപ്പോയി. ഒരു സ്ഥാനാർത്ഥി വന്ന് എല്ലാ മുസ്ലിം പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾ യാതൊരു പ്രയാസവും ഇല്ല, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളിപ്പോൾ ഈ അമേരിക്ക ബോംബിടുന്നതിലൊന്നും ഇപ്പോൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു കാലമൊക്കെ വരുമ്പോൾ ബോംബ് പോകുന്ന റസൂൽ പറഞ്ഞിട്ടില്ലേ? പണ്ടത്തൊക്കെ പെണ്ണുങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇതാ ആ തട്ടൊക്കെ അങ്ങോട്ട് മറച്ചു പിടിച്ചിട്ട് ആ മറയുടെ പുറകിൽ നിന്നുകൊണ്ട് സംസാരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരുന്നു. സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കൈ കൊടുക്കണമെന്നുണ്ടോ? വോട്ട് ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നൊരു പ്രശ്നമല്ലാത്തൊരു കാലം. അള്ളാഹുവിന്റെ ദീന് പുല്ലുവില കൽപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു, മക്കളെ, നിങ്ങൾ ഇടുത്തി പ്രതീക്ഷിക്കണം, ആകാശത്ത് നിന്ന് തീമഴ പ്രതീക്ഷിക്കണം, ഭൂമിയിൽ നിന്ന് ഭൂമി കുലുക്കം പ്രതീക്ഷിക്കണം, കൊടുങ്കാറ്റുകൾ പ്രതീക്ഷിക്കണോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഗൾഫ് യുദ്ധം തുടരുകയാണ്. മുസ്ലിം രാജ്യങ്ങളുടെ സാമ്പത്തിക സമൃദ്ധികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു മക്കളെ, ദുബായിയും സൗദിയും ഖത്തറും ബഹ്റൈനും ഒക്കെ ഒരു 6 മാസം പൂട്ടിക്കഴിഞ്ഞാ ഈ ജീവിതത്തിന്റെ പളപളപ്പും പത്രാസും ഒക്കെ അസ്തമിച്ചു പോകും. ഇപ്പൊ തന്നെ ഗ്യാസ് കിട്ടാനില്ല എന്ന് പറഞ്ഞു. എടവണ്ണപ്പാറയില് നമ്മളെ മമതൊക്കെ തുറന്നോ? നിങ്ങള് ഗ്യാസ് വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നണത്. ഒപ്പിച്ചു പോവാണ്. എത്ര മാസം ഒപ്പിക്കും?
പൈസ കൂടുതൽ കൊടുക്കണം എന്നാണ്. അപ്പം പിന്നെ പൊറോട്ടക്കൊക്കെ വില കൂട്ടേണ്ടി വരും, എന്നാലും മതിയാവില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഗൾഫ് വാരങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ധനങ്ങൾ, പെട്രോളും ഡീസലൊക്കെ സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും അല്ലേ? എന്താ രസം! റോട്ടുമലൊക്കെ നല്ല മൂരിവണ്ടികൾ ഇറങ്ങും, കാളവണ്ടികൾ വരും, കാറുകളൊക്കെ നമ്മൾ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ ഷോക്കേസിൽ വെക്കണമാതിരി വീട്ടിലിങ്ങനെ നിർത്തും. അതിനകത്ത് ഓടണ്ടേ? പച്ചക്കറി വരില്ല, ഫ്രൂട്ട്സ് വരില്ല, ഒരു സാധനം വരില്ല, കാരണം വണ്ടിയിലല്ലോ, ലോറിയിൽ കൊണ്ടുവരണമെങ്കിൽ. അപ്പം എല്ലാവരും അവനവൻ്റെ മുറ്റത്തന്നെ കൃഷി ചെയ്യും. പിന്നെ എവിടേക്കും പോകാനില്ല, ടൂറ് പോകാനില്ല, വേറെ എവിടെയും പോകില്ല. അപ്പോൾ ഒരു ഗ്രാമത്തിൽ എല്ലാ ജനങ്ങളും തമ്മിൽ ഭയങ്കര പരിചയമായിരിക്കും. കാരണം എന്ന് പോലെ തന്നെ നമുക്ക് കാണുകയാണല്ലോ, ഭാര്യയും മക്കളൊക്കെ നല്ല സൗഹൃദത്തിലായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ ഈ ജീവിതം ഒക്കെ താറുമാറായി പോകും. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിന്റെ ക്രമങ്ങൾ മാറും. ഇതൊന്നും എല്ലാ കാലഘട്ടത്തിലും ഈ കച്ചവടം, ഈ പരിപാടിയും, ഈ സന്തോഷങ്ങളും ഈ ഗൾഫൊന്നും ഉണ്ടാവുന്നവരും മനസ്സിലാക്കണ്ട. അല്ലാഹ് ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകളെ നിങ്ങൾ മറന്നു കളിക്കരുത്. അങ്ങനെ മറന്നു കളിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിൽ മാറ്റം വരുത്തുന്ന. നിങ്ങൾ ആ നിഅമത്തിനെ ഓർക്കാതെ നിങ്ങൾ കളിച്ചില്ലേ? ദുബായി ഒക്കെ ഇപ്പൊ കളിക്കുന്ന എന്ത് കളി കളിക്കുന്നത്? ട്രംപ് വന്നപ്പോൾ സ്വീകരണം ഏർപ്പെടുത്തി. ദുബായ് ഗവൺമെന്റ് ഇസ്ലാമിക രാജ്യമാണ്. മധുര 17കാരികളായ പെൺകുട്ടികളെ രംഗത്തിറക്കി. 14, 13, 12, 15, 16 വയസ്സുള്ള പെൺകുട്ടികളെ ട്രംപിന്റെ മുമ്പിൽ മുടി അഴിച്ചിട്ട് നൃത്തം ചവിട്ടി അയാൾ ആസ്വദിപ്പിച്ചിട്ടല്ലേ വിട്ടത്. ശരിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാ പറയുന്നത്. ഒരു അന്യ രാജ്യത്തിന്റെ ഒരു പ്രതിനിധി വരുമ്പോൾ അയാളെ സന്തോഷിപ്പിക്കാൻ ഒരു മതത്തിന്റെ നിയമങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ? ഞാൻ ഓർക്കുകയാണ്, സൗദി അറേബ്യയുടെ രാജാവ് മരിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റുള്ള ആളുകളൊക്കെ സൗദിയിൽ ചെന്നപ്പോൾ അന്നത്തെ രാജാവായി സ്ഥാനമേൽക്കുന്ന സൽമാൻ രാജാവ് മോഡിയോട് പറഞ്ഞു, പ്ലീസ് നിങ്ങൾ 5 മിനിറ്റ് അവിടെ ഇരിക്കണം, അസർ ബാങ്ക് കൊടുത്തിട്ട് ഞാൻ നിസ്കരിച്ച് വരാം. മീഡിയകളിലൊക്കെ വലിയ വാർത്തയായിരുന്നു അത്. ആ നിസ്കാരം കഴിഞ്ഞിട്ടാണ് രാഷ്ട്രപ്രതിനിധികളെ സ്വീകരിച്ചത്. ഇങ്ങനൊരു കൾച്ചറൊക്കെ നേരത്തെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. സമൃദ്ധിയുടെ പേരിൽ, അള്ളാഹു നൽകുന്ന സമ്പത്തിന്റെ പേരിൽ, ഇതല്ലേ ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്നത്. അള്ളാഹു ഗൾഫിന്റെ പണം കൊടുത്തപ്പം ഗൾഫുകാരൻ ഇവിടെ വന്നിട്ട് 16, 18, 20 വയസ്സായ പെൺകുട്ടികളെ ജീൻസും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് മുടി കഴിച്ചിട്ട് റോട്ടുമൊക്കൂടെ നടത്തിക്കുന്നു. എല്ലാ തോന്നിവാസങ്ങളും നമ്മളെ മക്കളിന്ന് വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ പേരിൽ അഴിഞ്ഞാടുകയാണ്. വിദ്യാഭ്യാസം ഹറാമല്ല, പക്ഷേ ആ വിദ്യാഭ്യാസം നേടുമ്പോൾ ഒരു ഇസ്ലാമിക സംസ്കാരമുള്ള ആളായിട്ട് ജീവിക്കുക എന്നുള്ളത് മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അന്ന് നിങ്ങളുടെ അധപ്പതനമാണ്. വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നയായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി. കമലദാസ് എന്ന പേരിലാണ് അവിടെ ഇംഗ്ലീഷ് പദ്യങ്ങളൊക്കെ നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ കമലദാസ് എന്ന് പറയുന്ന, മാധവിക്കുട്ടി എന്ന് പറയുന്ന നാലപ്പാട്ട് തറവാട്ടിലെ നായർ തറവാട്ടിൽ ജനിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ സാഹിത്യകാരി, അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടം അവർ പറഞ്ഞു, ഞാൻ കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യം, ഇസ്ലാം മാത്രമാണ് ലോകത്ത് മനുഷ്യന് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നൽകുന്ന മതവും. ആ മാധവിക്കുട്ടി പറഞ്ഞു, ഒരു പെണ്ണിന് ഏറ്റവും വലിയ സുരക്ഷ നൽകുന്നത് പർദ്ദയാണ്. ഞാൻ മരിച്ചാൽ ഇസ്ലാമിക സംസ്കാര പ്രകാരം എന്നെ മറവ് ചെയ്യണം. ഇങ്ങനെ ബുദ്ധിയുള്ള വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ ഇസ്ലാമിനെ സ്വീകരിച്ച പാരമ്പര്യമാണ് നമ്മുടെ നാടിനുള്ളത്. എന്നാൽ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ രക്ഷിതാക്കൾക്ക് ഗൾഫിന്റെ പണം വന്നപ്പോ അവർ അസർബൈജാനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഈജിപ്തിലൊക്കെ പോയിട്ട് MBBS-ഉം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു വരുമ്പോ യൂറോപ്യന്മാരുടെ വസ്ത്രധാരണ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തലയിൽ തട്ടമിടാതെ, ഇസ്ലാമിക് കൾച്ചർ മുറുകെ പിടിക്കാതെ ജീവിക്കുന്നൊരു സാഹചര്യം മക്കളെ അള്ളാഹു ഏറെക്കാലം പൊറുക്കൂല എന്ന് നിങ്ങൾ പഠിച്ചോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്,
അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിന് നിങ്ങൾ എന്ന് നന്ദി കേട് കാണിക്കുന്നു, ആ സമയത്ത് അള്ളാഹു ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അദാബുകൾ നിങ്ങളെ പരീക്ഷണങ്ങളായി വരും. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങൾക്ക് സാമ്പത്തിക നാശമുണ്ടാകും, നിങ്ങൾക്ക് ആൾനാശങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം അള്ളാഹിന്റെ പരീക്ഷണങ്ങളാണ്. അതിന്റെ കാരണക്കാര് നിങ്ങൾ തന്നെയാണ്. വിമാ കസബത്ത് ഐദിന്നാസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നത്, ഇത് ഔലിയാക്കന്മാരുടെ സദസ്സാണ്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു ഔലിയ എന്ന് പറയാൻ പറ്റുന്ന ആളാരാണ്? സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആൾ തന്നെയാണ്. 10,000 റക്അത്തൊന്നും നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഹറാമുകളെ ഹറാമായി കണ്ട് ഹലാലാണ് എന്ന് ഉറപ്പുള്ളത് മാത്രം സ്വീകരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മാറുന്നുണ്ടോ? നിങ്ങളാണ് ഇന്ന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാൻ. ഉറപ്പുണ്ടോ? ഹലാലാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇറച്ചി പോലും ഭക്ഷിക്കാത്ത എത്രയോ നാടന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ആ കോഴി അറുത്തതാണ്, ഉറപ്പില്ല, അറക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ശരീഅത്തിന്റെ നിയമപ്രകാരം ഒരു ലന്നുണ്ടായ മദീന, പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതെല്ലാം മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. ഒരാൾ തരുന്ന കാശ് പോലും സ്വീകരിക്കാത്ത മഹാന്മാരുണ്ട്. അയാൾ പലിശ വാങ്ങുന്ന ആളാണോ? ഞാൻ പറയുന്നത് എല്ലാം ഹലാലും ഹറാമുകളും വേർതിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. പടച്ചതമ്പുരാനെ കുറിച്ച് ഓർക്കുമ്പോൾ കരയണം. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ റബ്ബിന്റെ തൃപ്തിക്ക് കാരണം. പാതിരാത്രിൽ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. പാതിരാത്രിൽ എഴുന്നേറ്റുകൊണ്ട് ഒരു പേജ് ഖുർആൻ ഓതുക. പാതിരാത്രിയിൽ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ 3 കാര്യവും റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ഒളൂ ചെയ്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതി, അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് നിങ്ങൾ ദുആ ചെയ്തോ, അള്ളാഹു നിങ്ങളെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾക്ക് റബ്ബിന്റെ പൊരുത്തം കിട്ടോ. ഇങ്ങനൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംസാരം അതേതാ? അത് ദിക്റും സലാത്തുമാണ്, വഅളുകളാണ്, പ്രസംഗങ്ങളാണ്, ദീനിയായ കലിമത്തുകളാണ്. ഇങ്ങനെ ജീവിച്ചാൽ മതി. 10,000 റക്അത്തൊന്നും നിസ്കരിക്കാൻ സമയമില്ലെങ്കിൽ സൂക്ഷ്മതയുള്ളൊരു ജീവിതം, അതാണ് നമ്മൾ വേണ്ടത്. ഞാനിപ്പോൾ ബഹ്റൈനിൽ ചെന്നപ്പോൾ അവിടെ വലിയ ഒരു പണ്ഡിതന്റെ ഖബർ നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാരൊക്കെ സിയാറത്ത് ചെയ്യുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, ആരാണ്? ഈ അടുത്ത കാലഘട്ടത്തിൽ മരിച്ച ബഹ്റൈനിലൊരു പണ്ഡിതന്റെ ഖബറാണ്. എന്താണ് അയാളെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ, ബഹ്റൈന് ഈ പറഞ്ഞ മാതിരി ജനങ്ങളിങ്ങനെ കള്ളു കുടിക്കാനും അല്ലെങ്കിൽ രസിച്ച് ആറാടാനൊക്കെ വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് ബഹ്റൈനിലെ ചില മേഖലകളൊക്കെ. സൗദിയെ പോലെ ശരീരം മറക്കണമെന്നൊരു നിയമമൊന്നും അവിടെ ഇല്ല. അപ്പൊ ഈ പണ്ഡിതൻ അവിടുത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു അത്രേ, ഇവിടുത്തെ സ്ത്രീകൾക്ക് പെരുമാറ്റച്ചട്ടം നിർബന്ധമാക്കണം, ഇസ്ലാമിക വസ്ത്രധാരണം കൽപ്പിക്കണോ. അപ്പൊ ബഹ്റൈൻ ഗവൺമെന്റ് ഈ പണ്ഡിതനോട് പറഞ്ഞു, ഈ രാജ്യത്തെ എല്ലാ വിഭാഗവും ജീവിക്കുന്ന നാടാണ്, അങ്ങനെ ഒരു നിയമമൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഉടനെ ഈ പണ്ഡിതൻ പറഞ്ഞു അത്രേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ പെണ്ണുങ്ങൾക്ക് മാന്യമായ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ നിങ്ങൾ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പുറത്തിറങ്ങുന്നത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അയാൾ മരിക്കുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാ. കാരണം ഇനി ഒരു ഹറാമ് എനിക്ക് കാണാതിരിക്കാൻ സൂക്ഷ്മതയുടെ വഴി ഇതാണ് എന്ന് അദ്ദേഹം സ്വീകരിച്ചു എന്നാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ജീവിതത്തിൽ. പിന്നെ പുറത്തിറങ്ങിയില്ല എന്നാ. അപ്പൊ ഞാൻ പറയുന്നത്, കൂടുതൽ ഇബാദത്തുകൾ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹു വിലക്കിയതൊക്കെ മാറ്റി നിർത്തുക, നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ് ചെയ്യുക, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയുക.
ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അള്ളാഹു നമ്മളെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ.